നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ദുഃഖങ്ങളുമൊക്കെ വന്നു ചേരുകയും അതിൽ ദുഃഖം അനുഭവിക്കുന്നവരുമാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നാളും പേരും സുദർശന TVയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളുടെ ദുഃഖദുരിത കാലങ്ങളിൽ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കണം. പ്രഭാത സമയങ്ങളിലും സന്ധ്യാനേരങ്ങളിലും ഈശ്വര സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ ദുഃഖങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കണം. 9 നാളുകാർക്ക് വളരെ ധന സമ്പാദന മാർഗവും അതുപോലെ തന്നെ ധനം കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥയും ഉണ്ടാകുവാൻ പോവുകയാണ്. ഗൃഹമാറ്റമാണ് ഇതിന് പ്രധാനമായൊരു കാരണമായിട്ട് നമ്മൾ പറയുന്നത്. ശനിയും വ്യാഴവും മാറ്റങ്ങളിലേക്കാണ്. 9 നാളുകാരിൽ ഗംഭീരമായ ധനവ്യവസ്ഥയുടെ വർധനവ്, ധനമഴ തന്നെ എന്ന് പറയുന്നതാവും നല്ലത്. 2025 സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാശി മാറ്റങ്ങളിലൊന്നാണ് ശനി മീനം രാശിയിലേക്ക് മാറുന്നതും വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നതും. വളരെ അത്ഭുതകരമായ ഒരു മാറ്റമാണ് ഈ മാറ്റത്തിലൂടെ 9 നാളുകാർക്ക് അനുഭവിക്കാൻ പോകുന്ന സർവ്വസൗഭാഗ്യം എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഭാഗ്യത്തിലേക്കാണ് പോകുന്നത്. ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന 2 ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും എന്ന് പറയുന്നത്. മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് മാറുന്നു. മെയ് 14 വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നു. ഈ 2 രാശിമാറ്റം 9 നാളുകാരിൽ വളരെ സൗഭാഗ്യദായകമായ അനുഭവങ്ങളാണ് നൽകാൻ പോകുന്നത്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, സർവ്വ സൗഭാഗ്യം എന്ന് പറയുന്നതാവും നൽകുന്നത്. ആ 9 നാളുകാരിൽ ആദ്യ നക്ഷത്രം എന്ന് പറഞ്ഞാൽ കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹമാറ്റം എന്ന് പറയുന്നത് വളരെ നന്മയുള്ള ഒരു കാലമായി മാറുകയാണ്. അതായത് തൊഴിൽ നേട്ടങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലുള്ള വർധനവ്, തൊഴിൽ ലഭിക്കുവാനുള്ളവർക്ക് ലഭിക്കുക, പിന്നെ കർമ്മരംഗത്തുണ്ടാകുന്ന ആ ഒരു പുരോഗതി, അലസത തുടങ്ങിയവയൊക്കെ മാറി സർവ്വസമ്പൽ സൗഭാഗ്യ തലത്തിലേക്ക് പോവുകയാണ്. ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ വിട്ടുവീഴ്ചകൾ നടത്തുക. പല കാര്യങ്ങൾക്കും ഈ കഠിനമായിരിക്കുന്ന ബലംപിടുത്തം നടത്താതെ അയാൾ കൂടി രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ചിന്തിച്ച് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ നടത്തുന്നത് കാണാൻ കഴിയുന്ന ഒരു നാളാണ് കാർത്തിക. അതുപോലെ തന്നെ ദാമ്പത്യ ഉന്നതി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ഐക്യത ഈ ഗ്രഹമാറ്റത്തിലൂടെ വളരെ വലിയ തോതിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് മാറും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൈതൃക സ്വത്ത്, മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ ലഭിക്കേണ്ട സ്വത്ത് ലഭിക്കുക, അതുപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സാമ്പത്തിക ഗുണം ലഭിക്കുക തുടങ്ങി സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ഒരു അനുഭവം കാർത്തിക നാളുകാരിൽ ഈ രാശിമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഈ ഗ്രഹമാറ്റത്തിലൂടെ ഉണ്ടാകുന്നതാണ്. അടുത്ത നാളെന്ന് പറയുന്നത് രോഹിണിയാണ്. രോഹിണി നാളുകാർക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ വലിയ നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കേസും വഴക്കുമൊക്കെയായി കിടക്കുന്ന ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായൊരു സമയമായിട്ട് രോഹിണി നാളുകാർക്ക് മാറുന്നുണ്ട്. വലിയ പ്രശ്നത്തിൽപ്പെട്ട് കിടന്ന ഭൂമിയുടെ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞ് ആ ഭൂമിയും സ്വന്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വലിയ നേട്ടമാണ് രോഹിണി നാളുകാർക്കുണ്ടാകുന്നത്. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അകന്നു നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ അവരുടെ അകൽച്ച മാറി ഒന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഈ സമയത്ത് രോഹിണി നാളുകാർക്കുണ്ടാകുന്നു.
പൊതുവിൽ രോഹിണി നാൾ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും കുറച്ച് ആർജവമുള്ള നാളാണ്. സ്ത്രീക്കും പുരുഷനുമൊക്കെ വളരെ നന്മ ഉള്ള നാളാണ്. തീർച്ചയായും ആ നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധിപരമായ ചിന്ത, അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ കുറേ ആലോചിച്ചും കണ്ടും പ്രവർത്തിക്കുന്ന ഒരു നാളാണ് വാസ്തവത്തിൽ രോഹിണിയെങ്കിലും ചില കാര്യങ്ങളിൽ രോഹിണി നാൾ വീഴ്ചയുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ചെറിയ വീഴ്ചാപരമായിട്ട് അകന്നു നിൽക്കുന്ന ദാമ്പത്യ വ്യവസ്ഥകൾക്കൊക്കെ ഒരു പരിഹാരം കാണുന്ന സമയം കൂടിയിട്ടാണ്. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ്. ദോഷപരമായി വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കുക, അതുപോലെ തന്നെ വിവാഹ സമയം എത്തി നിൽക്കുന്ന ആളുകൾക്ക് വളരെ ചേർച്ചയുള്ള അനുയോജ്യമായിരിക്കുന്ന വിവാഹങ്ങൾ നടക്കുക തുടങ്ങിയവ കിട്ടുന്ന അല്ലെങ്കിൽ അതിനനുയോജ്യമായ സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ഈ രാശിമാറ്റത്തിലൂടെ, ഗൃഹമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഗുണമാണത്. പിന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരങ്ങൾ, ദുരിതങ്ങളിൽപ്പെട്ട് ഉഴലുക, അതുപോലെ തന്നെ കേസ് വഴക്കുകളിൽപ്പെട്ട് കോടതികളിൽ കയറി ഇറങ്ങുക, അതുപോലെ തന്നെ ചില മധ്യസ്ഥ വ്യവസ്ഥകളിൽ പങ്കെടുത്ത് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി ജീവിതം നന്മയുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി വിടുതലായി ആഹ്ലാദകരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുന്ന സമയമാണ് രോഹിണിക്ക് ഈ രാശിമാറ്റത്തിലൂടെ ഉള്ളത്. അടുത്ത നാളെന്ന് പറയുന്നത് മകയിരമാണ്. മകയിരം നാളുകാർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങളില്ലാതെ ഇരിക്കുന്ന ദമ്പതിമാർക്ക് സർവ്വസമ്പൽ ഗുണമുള്ള സന്താനങ്ങളുടെ ഒരു വരവിന് ചാൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാർന്ന ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ഉഴൽച്ച, എവിടെ എത്തിച്ചേരാൻ കഴിയാത്ത മാനസികമായ ഒരു വ്യവസ്ഥിതി, അങ്ങനെയൊക്കെയുള്ള സംഭവത്തിന് പണപരമായിട്ടോ അല്ലെങ്കിൽ ധനപരമായിട്ടോ ഒക്കെ മാറ്റങ്ങളിലൂടെ മനസ്സ് സ്വസ്ഥമാകുന്നൊരു അന്തരീക്ഷം ഈ സമയത്ത് മകയിരം നാളുകാർക്കുണ്ടാകുന്നുണ്ട്. എല്ലാ മേഖലയിലും വിജയം. എല്ലാ മേഖലയും എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള വിജയം, ആരോഗ്യ മേഖലയിലുള്ള വിജയം, അതുപോലെ തന്നെ വിശേഷിച്ച് പറയാൻ കഴിയുന്നത് രാഷ്ട്രീയ മേഖലയിലുള്ള വിജയമാണ്. തീർച്ചയായും ഏതു മേഖലയിൽ പങ്കെടുത്താലും മകയിരം നാളുകാർക്ക് ഈ ഗ്രഹമാറ്റം നേതൃത്വ സ്ഥാനത്തെ സമ്മാനിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എവിടെയും ഒരു ഒന്നാമനായി നിൽക്കാൻ കഴിയുന്ന അവസ്ഥ മകയിരം നാളുകാർക്ക് രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്നു. സന്തോഷകരമായ ജീവിത മാറ്റങ്ങൾ, അതായത് കടബാധ്യതകളിൽപ്പെട്ട് ഞെരുങ്ങുന്ന ആളുകൾ തീർച്ചയായും അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നു. സാമ്പത്തികമായ മേന്മ പല തരത്തിലും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഋണബാധ്യത അഥവാ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് ദർശിക്കാനാവും. ഒന്നുകിൽ നമ്മുടെ സഹോദരങ്ങൾ വഴി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടത്തിലൂടെ നമ്മുടെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ താൽക്കാലികമായ ജോലികളിൽ നേട്ടം, അതായത് കോൺട്രാക്ട് ബേസിലൊക്കെ ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ കമ്പനി തലത്തിലോ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നല്ല ഒരു നിലവാരത്തിലേക്ക് ആ ജോലിയിൽ ഉയർന്നു പോകാനുള്ള അവസരമുണ്ട്. വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാലറിക്ക് അല്ലെങ്കിൽ ശമ്പളത്തിൽ കുറച്ചുകൂടിയൊക്കെ ഉയർച്ച കിട്ടുന്ന ഒരു നേട്ടം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഗവൺമെൻറ്, അതായത് സർക്കാർ ജോലികൾക്ക് കാംക്ഷിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കാനുള്ള ചാൻസ് തീർച്ചയായും ഉണ്ട്. ഈ മകയിരം നാളുകാർക്ക് ഈ ഗൃഹമാറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന രാശിമാറ്റ കാലത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യേക ഗുണങ്ങളിലൂടെ മകയിരം നാളുകാർക്ക് ജോലി ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നു. താൽക്കാലിക ജോലികളാണെങ്കിൽ പോലും അതിന് സാമ്പത്തികമായ കൂടുതലുകൾ കാണുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലികളിൽ ബന്ധപ്പെടാനും അതുപോലെ തന്നെ പരീക്ഷകളിൽ വിജയിക്കാനുമൊക്കെ ഉള്ള ഒരു സമയമായിട്ട് ഈ രാശിമാറ്റ കാലഘട്ടത്തിൽ എടുക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾ ജോലിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പ്രാവർത്തികമായ പദത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അടുത്ത നാൾ ചിത്തിരയാണ്. ചിത്തിര പൊതുവിൽ ചിത്തിര പിറന്ന വ്യക്തിക്ക് ആ പിറക്കുന്ന വീട്ടിൽ താമസിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് ഒരു പ്രാധാന്യത്തോട് ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ജനിച്ച വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറുന്ന കാലഘട്ടത്തിൽ ആ വീട് വളരെ സമ്പൽ സമൃദ്ധമായി മാറാം. അങ്ങനെയുള്ള ഒരു അനുഭവം സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഒരു നല്ലൊരു കൂടാരമായിരിക്കും രണ്ടാമത് എത്തിച്ചേരുന്ന വീടെന്ന് പറയുന്നത്. തീർച്ചയായും
ചിത്തിര അത്തറ മുടിക്കും എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിത്തിരയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച വീട്ടിൽ താമസിക്കാൻ കുറച്ചു കാലം മാത്രമേ താമസിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ശേഷം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറും. ആ താമസം മാറ്റം വളരെ സൗഭാഗ്യദായകമായിരിക്കും. അതിനൊക്കെയുള്ളൊരു സമയമായിട്ടാണ് ഈ രാശിമാറ്റ കാലഘട്ടം കാണുന്നത്. പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ പൂർവിക സ്വത്തായി കിടന്നിരുന്നത് ചില പ്രശ്നങ്ങളിലൊക്കെ പെട്ട് ആർക്കും ലഭിക്കാതെ കിടന്നിരുന്നതിന് കൃത്യമായ ഒരു അവകാശിയായി മാറും ചിത്തിര നാളുകാരൻ. അതുപോലെ തന്നെ മാനസികാരോഗ്യം മെച്ചമാകും. ചില ചിന്തകളിലൊക്കെ മാനസികമായ വിഷമങ്ങൾ വന്ന് നിറയുന്ന സമയത്ത് ആ മാനസികമായ വിഷമങ്ങളൊക്കെ മാറി നന്മയിലേക്ക് പോകാൻ കഴിയുന്ന ഒരവസരം ഈ രാശിമാറ്റത്തിലൂടെ ചിത്രനാളുകാർക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ പ്രശസ്തിയും അംഗീകാരവും ഈ എഴുത്തും മേഖലയിൽ അഥവാ സാഹിത്യ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക്, സംഗീത മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക്, അഭിനയ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ചിത്രരചനാ മേഖലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ പ്രശസ്തി പത്രവും അതുപോലെ തന്നെ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കിയെടുക്കാം. സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കാൻ ഉള്ള സമയമാണ്. എന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി എഴുതി നിൽക്കുന്ന ആളുകൾക്ക് ജോലിയിൽ ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നതിനായിട്ടുള്ള ഓർഡറുകൾ ലഭിക്കുക. അതുപോലെ തന്നെ വലിയ ധനഭാഗ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പങ്കാളിയാകാനുള്ളൊരവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഭാഗ്യക്കുറി പോലെയുള്ള അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ഏതെങ്കിലും ധനമാർഗങ്ങൾ വീണ്ടും നടന്ന് മുന്നോട്ട് പോയി അതിൽ നിന്നും ലാഭവിഹിതവും ഏറ്റെടുക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാവുക. ചെറിയ കൊച്ചു കച്ചവടം തുടങ്ങി ബിസിനസ്സുകളിലൊക്കെ പങ്കാളിയായി നിൽക്കുന്നവർക്ക് നേരത്തെ കിട്ടിയതിൽ നിന്നും കൂടുതൽ ലാഭം കിട്ടുക തുടങ്ങിയവ വളരെ സൗഭാഗ്യദായകമായി ഈ രാശിമാറ്റത്തിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സമയമാണ്. കുടുംബത്തിൽ വളരെയേറെ സന്തോഷം നിലനിൽക്കുന്ന ഒരു അവസരം കൂടിയിട്ടാണ് ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റ സമയം. അടുത്തത് ചോതി നക്ഷത്രമാണ്. വീട് മാറ്റം ഉണ്ടാകാൻ സാധ്യത. താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾക്കൊരു മാറ്റം, ഒന്നുകിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് വീടിനെ പുതുക്കി പണിയുക, ഇല്ലെങ്കിൽ പഴയ വീട് മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറുക തുടങ്ങിയ വളരെ സൗഭാഗ്യദായകമായ അനുഭവത്തിന് പാത്രീഭൂതമാകുവാൻ ചോദ്യം നാളുകാർക്ക് അവസരമുണ്ട്. ഗൃഹ ഉപകരണങ്ങൾ മാറ്റി വാങ്ങാൻ, അതായത് പഴയതൊക്കെ മാറ്റി പുതിയ ഗൃഹ ഉപകരണ വ്യവസ്ഥിതി കൊണ്ട് വീടിനെ ഭംഗിയാക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നു. വാഹനങ്ങൾ മാറ്റി വാങ്ങുക, അതുപോലെ തന്നെ പുതിയ വീട് മോടി പിടിപ്പിക്കുവാൻ വേണ്ടി പുതിയ സാധനങ്ങൾ വാങ്ങുക തുടങ്ങിയവയ്ക്കൊക്കെ ഉള്ള ഒരു സൗഭാഗ്യ സമയമാണ് ഈ രാശിമാറ്റ കാലം. മംഗളകാര്യങ്ങൾ നടക്കുന്നു. വീട്ടിൽ ഈ വിവാഹം പോലെയുള്ള, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുക, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരമുണ്ടാവുക തുടങ്ങിയ മംഗള കാര്യങ്ങളൊക്കെ നടക്കാൻ ഈ സമയം വളരെയധികം അനുകൂല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അനുകൂലമായ ഘട്ടമാണ്. അലസമായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ആർജവമാകുന്ന ഒരു അന്തരീക്ഷം ഈ രാശിമാറ്റത്തിലൂടെ ഉണ്ടാകും. രാശിമാറ്റത്തിലൂടെ ഉണ്ടാകുന്നത് വഴി വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ വിജയം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. വിചാരിച്ചിരിക്കാതെയുള്ള വിജയം, അതുപോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഈ രാശിമാറ്റത്തിലൂടെ ചോദ്യ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. അതുപോലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക, പ്രണയം പോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വലിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിക്കുള്ള ആഗ്രഹം പൂർത്തീകരിക്കുക, വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക തുടങ്ങി അങ്ങനെ ധാരാളം ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സമയമായി ഈ രാശിമാറ്റത്തെ ചോദ്യ നക്ഷത്രക്കാർ കാണണം. തീർച്ചയായും ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ രാശിമാറ്റം വളരെ അനുകൂലമായൊരു സമയമാണ്. അടുത്തത് വിശാഖം നാളാണ്. വിശാഖം നാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. വിവാഹം പോലെയുള്ള, അതുപോലെ തന്നെ വീട് മാറ്റം നടക്കുക, അതുപോലെ വാഹന സംബന്ധമായ വ്യവസ്ഥിതി വാങ്ങുക, അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായ ഒരു നേട്ടമുണ്ടാവുക, നമുക്ക് കിട്ടാനുള്ള സമ്പത്ത് ലഭിക്കുക തുടങ്ങി മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ രാശിമാറ്റത്തിലൂടെ വിശാഖം നാളുകാർക്ക് ലഭിക്കുന്നുണ്ട്. ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് നേട്ടങ്ങൾ. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രമോഷൻ, അല്ലെങ്കിൽ വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റം, കുറേ കൂടി ശമ്പള വർധനവിലേക്ക് അത് കാര്യങ്ങൾ നടന്നു നീങ്ങുക,
അതുപോലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്കും ധാരാളം സമ്പത്ത് അവരിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കണം. അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. കൃഷി വിളകൾ വളരെ കൂടുതലായിട്ട് അവർക്ക് ലഭിക്കും. ഒരിക്കലും ഒരു നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് കൃഷിയൊന്നും പോകത്തില്ല. അതൊക്കെയാണ് രാശിമാറ്റത്തിലൂടെ തീർച്ചയായും വിശാഖം നാളുകാർക്കുണ്ടാകുന്നത്. അത് കർമ്മരംഗത്തിൻ്റെ നേട്ടമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായൊരു സമയമാണ്. തീർച്ചയായും ആ വീടുകളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രണയം സാധൂകരിക്കുകയും വിവാഹം നടക്കാനുള്ള ചാൻസ് കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സാമ്പത്തിക നേട്ടങ്ങളെന്ന് പറയുന്നത് നമുക്ക് കയ്യിലേക്ക് വരുന്ന ചിട്ടി പോലെയുള്ള, അല്ലെങ്കിൽ പറയുന്ന ഭാഗ്യക്കുറി പോലെയുള്ള, അല്ലെങ്കിൽ പിന്നെ വസ്തുവകകൾ വിൽക്കണം എന്ന് വിചാരിച്ച് കുറേ കാലങ്ങളായിട്ട് അതിന് പിറകെ നടക്കുക, അത് സാധ്യമാകുന്ന സമയമാണിത്. അങ്ങനെ വമ്പൻ സാമ്പത്തിക നേട്ടങ്ങൾ വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചെത്തുന്ന കാലം. കാരണം നമുക്ക് വേണ്ടാതെ ഇട്ടിരുന്ന ഭൂമി, ആ കാർഷിക ഭൂമിയൊക്കെ വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോയത്. തീർച്ചയായും അത് വിൽക്കുവാനും അതിൽ നിന്ന് ലാഭകരമായി തന്നെ പണം നേടുന്നതിനുമായുള്ള അവസരമുണ്ടാകും. ആ അവസരത്തിലൂടെ ജീവിതത്തിൻ്റെ രക്ഷപ്പെടലും ഉണ്ടാകും. അതാണ് ഈ ഗ്രഹമാറ്റം വഴി, രാശിമാറ്റം വഴിയൊക്കെ വിശാഖം നാളുകാർക്ക് വരുന്ന സൗഭാഗ്യമെന്ന് പറയുന്നത്. അടുത്തത് ഉത്രാടം നാളാണ്. ഉത്രാടം നാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പങ്കാളികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചമാകുന്നു. രോഗാതുരമായിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ കൂടെ താമസിക്കുന്ന ആൾക്കുണ്ടായിരിക്കുന്ന ആ ദുഃഖകരമായ വ്യവസ്ഥയ്ക്കൊക്കെ വലിയ മാറ്റമാണ്. ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന രോഗങ്ങളൊക്കെ മാറാനുള്ള ചാൻസ് രാശിമാറ്റത്തിലൂടെ ഉറപ്പായും ഉണ്ടാകുന്നു. അതിലൂടെ തന്നെ ദുരിതങ്ങളാകുന്ന ജീവിത സഞ്ചാരത്തിന് ആഹ്ലാദകരമായ ഒരു നിമിഷം ഉണ്ടാക്കുന്നതിനായിട്ടും ഈ രാശിമാറ്റം ഉത്രാടം നാളുകാരെ അനുഗ്രഹിക്കുന്നതാണ്. കടങ്ങൾ വീട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കടം മാറി ഏറെക്കുറെയൊക്കെ, പൂർണ്ണമായും മാറും എന്ന് ഞാൻ പറയുന്നില്ല, ഏറെക്കുറെയൊക്കെ വലിയ ബാധ്യതയുള്ള കടങ്ങളൊക്കെ മാറി സന്തോഷകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണിത്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിന് യാതൊരു സംശയവുമില്ല. ഉത്രാടം നാളുകാർക്ക് ഈ ഒരു വർഷം മുഴുവൻ ആഹ്ലാദിക്കാനുള്ള ഏതെങ്കിലും വലിയ അവസരങ്ങൾ വന്നു ചേരും. അതെന്താണ് എന്ന് വ്യക്തമായി നമുക്കറിയാൻ കഴിയുന്നില്ല. തീർച്ചയായും ഒരു നല്ല സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായി കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ യാത്രകളൊക്കെ പോകാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. വിദേശ യാത്രകളാണെങ്കിലും അതുപോലെ തന്നെ തീർത്ഥാടനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, അമ്പലങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലാതെ തന്നെ മറ്റേതെങ്കിലും വശം നമുക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാകും. തീർച്ചയായും അതിനുള്ള ഒരു ഭാഗ്യം ഈ രാശിമാറ്റ കാലങ്ങളിൽ കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് വലിയ യോഗമുണ്ട്. കാരണം പഠിക്കുന്നതിനായിട്ടൊക്കെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകും. അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്ക് പോകാൻ വിസയൊക്കെ കാത്തിരിക്കുന്ന ഉത്രാടം നാളുകാർക്ക് തീർച്ചയായും അത് കയ്യിലെത്തും. ജീവിതത്തിൻ്റെ വിജയവർഷമായിട്ട് അല്ലെങ്കിൽ വിജയകാലമായിട്ട് രാശിമാറ്റ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. സർവ്വ സൗഭാഗ്യമാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റ കാലം എന്ന് പറയുന്നത്. അടുത്തത് തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ കഴിയുന്ന ഒന്നാണ് ദാമ്പത്യ ജീവിതത്തിലെ സന്തോഷം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അതുപോലെ തന്നെ കുട്ടികൾ അടങ്ങുന്ന മനോഹരമായിരിക്കുന്ന കുടുംബത്തിൽ ജീവിതത്തിൻ്റെ സൗഭാഗ്യ നിമിഷങ്ങൾ അനുഭവിച്ച് സന്തോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. തീർച്ചയായും അത് മാറ്റമില്ലാത്ത സത്യമാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആളുകൾക്ക് വിവാഹം നടക്കാനുള്ള ഒരു സമയമാണിത്, അനുകൂലമായ സമയമാണിത്. ദോഷങ്ങളുണ്ടെങ്കിൽ പോലും ആ ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ദോഷത്തിന് ചേരുന്ന മറ്റു ജാതകസ്ഥരുമായി വിവാഹം നടക്കുവാനുള്ള ഒരു വലിയ സമയം തന്നെയാണിത്. യാത്രകൾക്കൊക്കെ അനുയോജ്യമായ സമയമാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ രാശിമാറ്റം. ബാങ്കിങ് ഇടപാടുകളിലൊക്കെ വലിയ വിജയം നേടാനുള്ള സാഹചര്യവും തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ലോണിന് വേണ്ടിയൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന തുക തന്നെ ലോണായി ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും വിദേശ പഠനത്തിന് വേണ്ടിയിട്ടുമൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അക്കൗണ്ടിലുള്ള തുകയെക്കുറിച്ചുള്ള ആവശ്യം അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏത് തുകയ്ക്കാണോ ആഗ്രഹിക്കുന്ന ആ തുക വന്നു ചേരുന്ന ഒരു സമയമൊക്കെയാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തീർച്ചയായും സർവ്വസൗഭാഗ്യ വർഷമായി തിരുവോണം നാളുകാർക്ക് ഈ രാശിമാറ്റം വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് അവിട്ടം നാളാണ്. അവിട്ടം നാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സംസാരിക്കപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണമെന്നുള്ളതാണ്.
അതായത് സംസാരത്തിലുള്ള അപര്യാപ്തത മൂലം ചിലപ്പോൾ നല്ല സൗഹൃദങ്ങൾ ഇല്ലാതാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടാനിടയുള്ള ഭാഗ്യങ്ങൾ ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നേരത്തെ പറയുന്നത്, നമ്മളെ വളരെ കൺട്രോൾ ചെയ്ത് വളരെ ശ്രദ്ധിച്ച്, നമുക്ക് ഒരുപക്ഷെ ഒരാളോട് തോന്നുന്ന ദേഷ്യം മനസ്സിലുണ്ടെങ്കിലും ആ ദേഷ്യത്തെ മനസ്സിൽ തന്നെ വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോട് സംസാരിക്കുക എന്നുള്ളത് അവിട്ടം നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ്. വളരെ വളരെ ശ്രദ്ധിച്ച് അർത്ഥപൂർണ്ണമായി സംസാരിക്കാൻ ശ്രമിക്കണം. അനാവശ്യമായി ഒരു വാക്ക് പോലും നാവിൽ നിന്ന് വീഴരുത്. അങ്ങനെ വീണാൽ അത് കേസ്, വഴക്ക് കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചെന്നെത്തിയെന്ന് വന്നേക്കാം. നമുക്ക് അനുഭവിക്കാനിടയുള്ള സന്തോഷത്തെ തടഞ്ഞുകൊണ്ട് തന്നെ ആ വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സംസാരം ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കടങ്ങളെല്ലാം വീട്ടാനുള്ള സാഹചര്യം, ഋണമോചക കാലഘട്ടമായിട്ടാണ് രാശിമാറ്റ കാലഘട്ടം അനുഭവവേദ്യമാകുന്നത്. അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേകമായൊരു നേട്ടം ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം നാടകങ്ങൾ, അതുപോലെ തന്നെ നൃത്ത പരിപാടികൾ, അതുപോലെ തന്നെ മറ്റ് കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാർക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഈ രാശിമാറ്റം അവരെ അംഗീകരിക്കപ്പെടുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും. തീർച്ചയായും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒരു നിമിഷം കുടുംബത്തിൽ ഉണ്ടാകും. തീർച്ചയായും ഈ രാശിമാറ്റം അതിനും സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ നാളുകളായി പിണങ്ങി അകന്നിരുന്ന ബന്ധുക്കൾ അടുത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായും അതൊരു സൗഹൃദത്തിൻ്റെ വഴിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അവരെ വീണ്ടും അകറ്റി നിർത്താനല്ല ശ്രമിക്കേണ്ടത്. അവരിലൂടെ നമുക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് തിരിച്ചറിയണം. അകന്നായിരിക്കുന്ന ബന്ധുക്കളൊക്കെ തന്നെ അടുത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവരെ കൂടെ നിർത്തി അവരുമായി സന്തോഷിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു അവസരമാണ് നോക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം അവിട്ടം നാളുകാരെക്കുറിച്ച് പറയാനുള്ളത്, മദ്യം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, അതുപോലെ മറ്റ് അനാവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകരുത്. കാരണം ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കുറ്റം ആരോപിക്കപ്പെട്ട് നമ്മൾ പലപ്പോഴും കേസ്, വഴക്ക് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പോകാനിടയായി സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തീർച്ചയായും അതൊക്കെ കണ്ടറിഞ്ഞ് കൺട്രോൾ ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്നതിനായിട്ടാണ് പറയുന്നത്. തീർച്ചയായും ഈ പറഞ്ഞ നാളുകൾക്കെല്ലാം തന്നെയും രാശിമാറ്റം അല്ലെങ്കിൽ ഗൃഹമാറ്റം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.